കൂട്ടുകാരി, നിങ്ങൾക്ക് കേൾക്കാൻ കഥ ഇഷ്ടമാണോ? എന്നാൽ ഞാനിവിടെ ഒരു കഥ പറയാൻ പോകുന്നു. സദസ്സിന് വന്ദനം. ശ്രീതശ്ശേരി ഗോവിന്ദ നായരുടെ പൂതപ്പാട്ട് എന്ന കവിതയാണ് ഞാൻ ഇവിടെ കഥയായി പറയാൻ പോകുന്നത്. ഡും ഡും ഡും. കേട്ടില്ലേ കൂട്ടുകാരെ? ചിലമ്പച്ചയും തിടുകൊട്ടുമൊക്കെ ഭൂതത്തിന്റെ വരവാണ്. കുട്ടികളെ, ആ വിളക്കൊന്നെടുത്തേ. മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി, എന്തിനാണ് ഈ ഭൂതം എല്ലാ വീടുകളിലും കയറി ഇറങ്ങുന്നത്? അപ്പുക്കുട്ടൻ ചോദിച്ചു. അതൊരു കഥയാണ്. അപ്പുക്കുട്ടന് ഉണ്ണിയെ കാണാൻ അത്ഭുതമായി. കഥയോ മുത്തശ്ശി? പറ. അപ്പുക്കുട്ടൻ മുത്തശ്ശിയുടെ താടി പിടിച്ചു കുളിക്ക്. മുത്തശ്ശി കഥ പറയാൻ തുടങ്ങി. പണ്ട് ആറ്റിൻ വക്കത്തെ മാളിയ വീട്ടിൽ ഒരു നങ്ങിളിയമ്മ താമസിച്ചിരുന്നു. കുറെ വർഷങ്ങൾക്കു ശേഷം അവർക്കൊരു ഉണ്ണിയുണ്ടായി. നീട്ടിക്കിട്ടിയ ഉണ്ണി താഴത്ത് വെച്ചാൽ ഉരുമരിച്ചാലോ കരുതി, തലയിൽ വെച്ചാൽ പേടിച്ചാലോ കരുതി വളർത്തി. അങ്ങനെ ഉണ്ണിക്ക് 6 വയസ്സായി. പള്ളിക്കൂടത്തേക്ക് പോകേണ്ട പ്രായമായി. അമ്മ ഉണ്ണിയെ കുളിപ്പിച്ചൊരുക്കി കയ്യിലെഴുത്താണിയും താടിയോലയും നൽകി പള്ളിക്കൂടത്തേക്ക് യാത്രയാക്കി. കണ്ണു മറിയുന്നത് വരെ ഉണ്ണിയെ നോക്കി നിന്നു. പള്ളിക്കൂടത്തേക്ക് പോകും വഴി ഒരു പാറക്കെട്ടുണ്ട്. അവിടെ ഒരു ഭൂതം താമസിച്ചിരുന്നു. അതുവഴി പോകുന്ന ആൾക്കാരെ ഭൂതം വഴിതെറ്റിച്ച് വിടും. പശുക്കളുടെ അടുത്ത് പാൽ കട്ടു കുടിക്കും. ഇതാണ് ഭൂതത്തിന്റെ പണി. ഉണ്ണു വരുന്നത് ഭൂതം ദൂരെ നിന്ന് കണ്ടു. ഭൂതത്തിന്റെ ഹൃദയം തുടിച്ചു. ഉണ്ണിയെ എങ്ങനെയെങ്കിലും കൈക്കലാക്കാൻ ഈ വേഷത്തിൽ ചെന്നാൽ ഉണ്ണി പേടിക്കും. ഭൂതം ഒരു പെൺകുട്ടിയുടെ വേഷത്തിൽ ഉണ്ണിയുടെ അടുത്തെത്തി. ഉണ്ണി കളിക്കാൻ വരൂ, മുല്ലപ്പൂവാല് കോർത്തു തരാം. അങ്ങനെ ഭൂതം ഉണ്ണിയുടെ അടുത്തെത്തി. അപ്പോഴാണ് ഭൂതം കയ്യിൽ എഴുത്താണി കണ്ടത്. ഉണ്ണി ആ എഴുത്താണെടുത്ത് ദൂരെ കളയും. ഭൂതങ്ങൾക്ക് ഇരുമ്പു പേടിയാണ്. അങ്ങനെ ഉണ്ണിയും ഭൂതവും കളി തുടങ്ങി. നേരം സന്ധ്യയായി. അമ്മുണ്ണിയെ കണ്ടതാകെ വിഷമിച്ചു. അമ്മുണ്ണിയെ തിരഞ്ഞോടി നടന്നു. അങ്ങനെ പാറക്കെട്ടിന്റെ അടുത്തെത്തി. ഉണ്ണി കളിക്കുന്നത് അമ്മ കണ്ടു. ഭൂതത്തിന് ദേഷ്യം വന്നു. ഭൂതമ്മയെ കൊടുങ്കാറ്റായും കാട്ടത്തിയായും പുലിയായും ഒക്കെ ആക്രമിച്ചു നോക്കി. പക്ഷെ അമ്മ പേടിച്ചില്ല. ഭൂതമ്മ വേണ്ടി കണ്ണും കൂടെ ആവശ്യപ്പെട്ടു. അമ്മ കണ്ണും നൽകി. പിന്നെ ഭൂതമ്മ പിടിച്ചു. അമ്മയ്ക്ക് ദേഷ്യം വന്നു. ദുഷ്ടഭൂതമേ, ഞാനിപ്പോൾ ഇതിനെ ശപിക്കുന്നു. പേടിച്ച ഭൂതം ഉണ്ണിയെ അമ്മയ്ക്ക് നൽകി. പോകും വഴി അമ്മയോട് അപേക്ഷിച്ചു, ഉണ്ണിയെ കാണാൻ വന്നോട്ടെ എന്ന്. കൊല്ലത്തിൽ ഒരിക്കൽ വരാമെന്ന് അമ്മ അനുവാദം നൽകി. പാവം ഭൂതം ഉണ്ണിയെ വീട് ചോദിക്കാൻ മറന്നുപോയി. അമ്മയാണെങ്കിലോ അത് പറഞ്ഞതുമില്ല. ഇപ്പോഴും ആ ഭൂതം ഉണ്ണിയെ തിരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ മുത്തശ്ശി കഥ അവസാനിപ്പിച്ചു. കൂട്ടുകാരെ, നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? അമ്മയെ സ്നേഹത്തെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കുമാവില്ല. നന്ദി, നമസ്കാരം.